ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. അപ്പോൾ നമ്മുടെ അയർലൻഡിലെ ഡേ 1 ആണ്. ഇന്നലെ ഡേ 0 ആയിരുന്നു, ഡേ ഓഫ് അറൈവൽ ആയിരുന്നു. അപ്പം ഞങ്ങൾ ആക്ച്വലി രാത്രിയൊക്കെ ഒന്ന് കറങ്ങി നോക്കി. നല്ല തണുപ്പാണ് രാത്രി ഇറങ്ങി നടക്കുമ്പോൾ, നല്ല ചില്ലിങ് വിൻഡാണ്. പിന്നെ ഈ റിവർ അടുത്തുള്ളതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ. ഇത് ബാൽക്കണി വ്യൂ ആണ്. ജസ്റ്റ് പുറത്തിറങ്ങി കാണിച്ചു തരാം. അടിപൊളി വ്യൂ അല്ലേ? ഇത് റിവർ ലിഫി, നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണിത്. ഇതാണ് വ്യൂ, അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇവിടെ ആക്ച്വലി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിയാണ്. 15 to 11 ആണ് ഏറ്റവും കുറവ് ഈ ടൈമിൽ. ഇനിയിപ്പോൾ കുറഞ്ഞ് അറൗണ്ട് 0 വരെ പോകുന്നാണ് പറയുന്നത് വിന്ററിൽ. ഇപ്പൊ ഓട്ടം തീർന്ന് വിന്ററിന്റെ സ്റ്റാർട്ടിങ് ആണ്. ഇപ്പൊ പോയപ്പോ വിന്റർ സ്റ്റാർട്ടിങ് കാണിക്കാൻ വേണ്ട ഒരു ട്രീ ഫുള്ള് ലീവ്സും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ കുറെ ട്രീസ് നിറഞ്ഞ്, അതെ, ഓട്ടം ആയിട്ട് ഈ ഫോൾ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലും കുറെ 2 ട്രീയും അടുത്തടുത്ത് തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ വിന്ററിന്റെ സ്റ്റാർട്ടിങ് ആണ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇന്നലെ കാണിച്ച പോലെ ഇവിടെ കോർപ്പറേറ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. സെയിൽസ് ഫോഴ്സും PWC അങ്ങനെ ഒരു ബിൽഡിംഗ്. അതെന്താണെന്ന് അറിയില്ല, ഒരു ഇൻവേർട്ടഡ് ഷേപ്പിലുള്ള ബിൽഡിംഗ് ആണ്. സിലിണ്ടറിന്റെ ഷേപ്പിലുള്ള ബിൽഡിംഗ് ആണ്. അപ്പോൾ അതും ആക്ച്വലി എന്താണെന്ന് അറിയില്ല. ലൈറ്റ് ഒക്കെ കത്തിച്ച് രാത്രി നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ലിഫിയിലുള്ള ബ്രിഡ്ജ്. ഇതും കൊള്ളാം, നല്ലൊരു വ്യൂ ആണ്. ഇത് ലൈറ്റ് ഒക്കെ ചെയ്ത് ഈ ബ്രിഡ്ജിനെ പറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിന്റെ വീഡിയോ അമല എടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണിക്കാം. അത് ആ ലൈൻസ് അത്രയും ലൈറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് ഇവിടെ നൈറ്റ് വ്യൂ കാണാൻ. പക്ഷെ ഇറങ്ങാൻ പറ്റത്തില്ല, ചില്ലിങ് ആണ്. നമ്മളപ്പോ എങ്ങോട്ടാ പോകുന്നറിയാം. നമുക്ക് ആക്ച്വലി ഇവിടെ ലിഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത്ര എക്സ്പെൻസീവ് അല്ല, മോഡറേറ്റ് റേറ്റ് എന്നാണ് കേട്ടത്. ചീപ്പ് ബഡ്ജറ്റ് റേറ്റിൽ കിട്ടുന്ന സംഭവങ്ങള് ലിഡൽ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഉണ്ട്. അവിടെയും ടെസ്കോ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ അടുത്ത് ഏതൊരു ഫ്രഷ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി. ഈ ഏരിയ സിറ്റി സെന്റർ ആണ്. അപ്പം ഇവിടെ ഭയങ്കര പോഷാണ് എല്ലാം. ഇവിടെ നടന്നു കഴിഞ്ഞാൽ മൊത്തം ഹോട്ടൽസും പിസ്സ എല്ലാം ഒരുപാട് പുറത്തും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ആൾക്കാരുണ്ട് കഴിക്കുന്നതാണ്. ഡബ്ലിൻ 2-ലാണ്. അപ്പൊ സിറ്റി സെന്റർ എന്നാണ് പറയുന്നത്. അതെ, അപ്പം ഇവിടെ കൂടുതലും പോഷായോണ്ട് നമ്മളത് കുറെ നടന്ന് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു റീസണബിൾ, ഭയങ്കര റീസണബിൾ അല്ല, ഇവിടുത്തെ ഒരു റീസണബിൾ ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് ചെറുതായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ഗ്രോസറീസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴും നമുക്കൊരു വിഷമമായിരുന്നു. നമ്മള് നാട്ടിൽ നിന്ന് വരുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ കറൻസിനെ നമ്മൾ നാട്ടിലെ ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അതെ, കാരണം നമ്മളിപ്പോ നാട്ടിൽ നിന്നാണല്ലോ കാശ് കൊണ്ടുവരുന്നത്. അതെ. അപ്പോ പിന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഫൈവ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഫെഡറൽ ബാങ്കിന്റെ. അവരുടെ ആപ്പ് വഴി ചെയ്യാം. ഫോറക്സ് കാർഡാണ്, 0 ഫോറക്സ് മാർക്കപ്പ് ഫീ ആണ്. അപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് കാശ് കൊണ്ടുവരുന്നവര് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഫൈവ് കാർഡ്, നിയോ ഗ്ലോബൽ നമ്മൾ ട്രൈ ചെയ്തെങ്കിലും കിട്ടിയില്ല. ഫൈവ് കാർഡ് എനിക്ക് മാത്രം കിട്ടി. നമ്മൾ രണ്ടുപേരും ട്രൈ ചെയ്തിരുന്നു. അപ്പൊ അതിൽ കാശ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കറൻസിയുടെ റേറ്റ് ഇപ്പൊ 82.35 മറ്റോ ആണ്. ആ കറക്റ്റ് കറൻസിയുടെ റേറ്റിൽ നമ്മുടെ ഇന്ത്യൻ മണി ഡെബിറ്റ് ആവും. അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആണ്. ബാക്കി ക്രെഡിറ്റ് കാർഡ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോറക്സ് മാർക്കപ്പ് എന്ന് പറഞ്ഞിട്ട് 1%, 2% ഒക്കെ ചാർജ് വരും. ചിലർ 5% വരെ ഉണ്ട്. എന്റെ HDFC കാർഡിന് 2 ആണ്, അതാണ് ഏറ്റവും കുറവ്. 2 to 7, 5, 7 അങ്ങനെ പല റേറ്റിൽ ഫോറക്സ് മാർക്കപ്പ് ഫീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുന്നതിന്റെ അത്രയും പെർസെന്റേജ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കാർഡ് എടുത്തിട്ട് വന്നാൽ നല്ലതായിരിക്കും. എന്നിട്ടും ഞങ്ങൾ ചെറിയ പർച്ചേസ് നടത്തി. അറൗണ്ട് 1200 രൂപയായി. അതെ. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ കൂട്ടും, കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്നാണല്ലോ കാശ് ഇട്ടേക്കുന്നത്. ഇവിടെ ഇന്ത്യ ഇവിടെ ഏൺ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കത് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കാശ് കൊണ്ടുവരുമ്പോൾ എല്ലാം കട്ട എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. അത് ഏത് രാജ്യത്ത് പോയാലും അങ്ങനെ തന്നെ ഇന്ത്യയിൽ നിന്ന്. അപ്പൊ കുഴപ്പമില്ല. ഇന്നിപ്പോ നമുക്ക് ലിഡലിൽ പോകണം, നമുക്ക് സിം കാർഡ് എടുക്കണം. കുറച്ചുകൂടെ ഗ്രോസറീസ്, നമുക്ക് അത്യാവശ്യമുള്ള കുറെ സാധനങ്ങളുണ്ട്, അത് വാങ്ങിക്കണം. അതിന്റെ കൂടെ നമുക്ക് ലീപ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് ഉണ്ട്. ട്രാവലിന് മെയിൻ ആയിട്ട് ട്രാമും ബസ്സും അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ് ലീപ് കാർഡ്. അപ്പം അങ്ങനെ അതും നമ്മൾ ഐഫോണിലാണ് വ്ലോഗ് ചെയ്യുന്നത്. ഐഫോൺ 12 അപ്പൊ അതും എടുക്കണം. അതാണ് പറഞ്ഞോണ്ടത്. അയ്യോ, മഴ തുടങ്ങിട്ടോ. അയ്യോ, ഇങ്ങനെ നിൽക്കുമ്പോ മഴ വീഴുന്നു. ഇതാണ് ഇവിടുത്തെ, ഞാനിങ്ങനെ വായിച്ചൊക്കെ അറിഞ്ഞായിരുന്നു, ഇങ്ങനെ നെറ്റിലൊക്കെ കണ്ടായിരുന്നു. പെട്ടെന്നാണ് ഇവിടെ ക്ലൈമറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു 10 മിനിറ്റ് മുമ്പ് ഗൂഗിളിൽ വെതറിൽ നോക്കിയായിരുന്നു, ആപ്പിൾ വെതറിൽ നോക്കിയായിരുന്നു. ഇനി നെക്സ്റ്റ് 24 hours 0 റെയിൻ എന്നാ കാണിച്ചിരുന്നത്. പക്ഷേ അപ്പൊ ജാക്കറ്റും കൊടയും എടുത്ത് മാത്രം പുറത്തിറങ്ങുക. ജാക്കറ്റ് ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. ഇത് ഞാൻ ലണ്ടനിലിട്ട സെയിം ജാക്കറ്റാണ്, പാർത്താസിന് മേടിച്ചത്. വേറെ ജാക്കറ്റ് ഉണ്ട്, അതൊക്കെ ഇനി വരാണ്ട്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും ഫോറക്സ് കാർഡും കുറച്ച് കറൻസിയും കയ്യിൽ വെച്ചത്. കറൻസി ഞങ്ങൾ യൂണിമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചത്.
അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. 85 രൂപ സംതിങ്. 85 രൂപ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാലും ട്രിവാൻഡ്രം സിറ്റിയിൽ ഏറ്റവും കുറവാതായിരുന്നു. വിളിച്ചു വെച്ച് ലുലു ഫോറക്സ് ഒക്കെ 86 പറഞ്ഞു. യൂണിമണിന്ന് 85 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്ത് ചാടാം. ഈ മഴയായതുകൊണ്ട് കുടയൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. പുറത്ത് ചാടിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതൊരു ഫയർ എക്സിറ്റ് ആണ്. ഇവിടെ നമുക്കൊരു കിഡ്സ് ഏരിയ കാണാം. നൈസ് വ്യൂ. ഈ അപ്പാർട്ട്മെന്റിന്റെ ബാക്ക് സൈഡ് ആണെന്ന് തോന്നുന്നു, ഒരു പാർക്ക് പോലത്തെ സെറ്റപ്പ്. അതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്. ഇവിടെ വേറൊരു അപ്പാർട്ട്മെന്റ് കൂടെ ഉണ്ട്, 604. ലിഫ്റ്റ് പ്രസ് ചെയ്ത് ലിഫ്റ്റ് വരട്ടെ. അപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ കയറി താഴെ പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്. DJI ഗ്രൂപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അമ്മലതെ ഇവിടെ മാപ്പ് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ അയർലൻഡ് ഡബ്ലിനിലെ സ്ട്രീറ്റിലൂടെ തേരപ്പര നടക്കുകയാണ്. ഇതാണ് ഓട്ടം കഴിഞ്ഞ് നിൽക്കുന്ന, ഓട്ടത്തിൻ്റെ ആ സ്റ്റേജിൽ നിൽക്കുന്ന മഞ്ഞയില്ല. നമുക്ക് ക്രോസ് ചെയ്യാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ജാക്കറ്റിൻ്റെ സിപ്പൊക്കെ കയറ്റിയിട്ടു. അകത്ത് വന്നപ്പോൾ ഇതൊക്കെ തുറന്നിട്ടിട്ട് നിൽക്കുകയായിരുന്നു. ഇന്നലെ രാത്രി പോലെ അത്യാവശ്യം ചില്ലായിട്ടുണ്ട്. പിന്നെ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സാധനം മതി. ബാൻഡ് തന്നെ. എങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ വലിയ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. റിവർ ലിഫിയുടെ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനൊരു ജോയിൻ്റേ ഉള്ളതുണ്ടോ ഇവിടെ? ഇത് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് മൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ലണ്ടനിലെ ടവർ ബ്രിഡ്ജിൻ്റെ അത്രയൊന്നും വരത്തില്ല, എങ്കിലും കുഴപ്പമില്ല. നല്ല മഴക്കാറുണ്ട് ആ സൈഡിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജിൻ്റെ സെൻറ്റർ പോയിന്റ്. ഈ സൈഡിലാണ് ഇതൊരു ഹാങ്ങിങ് സ്ട്രക്ചർ പോലെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും പിടിച്ച് മൂവ് ചെയ്യുന്നത്. ഈ ബ്രിഡ്ജിനെ ആ സൈഡിലോട്ട് മൂവ് ചെയ്യും. വർഷത്തിൽ 1-2 തവണ മൂവ് ചെയ്യുമെന്ന് അറിയാൻ കഴിഞ്ഞത്. മലേഷ്യയിൽ പോയപ്പോൾ പുത്രാജയിലുള്ളൊരു ബ്രിഡ്ജുണ്ട്, അതുപോലെ ഉണ്ട്. നമ്മളെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വ്യൂ. ഏതാണ്ട് ഈ സൈഡിലായിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ബ്രൗൺ കളർ ബിൽഡിംഗ് ആണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഇത് അപ്പോൾ നമുക്ക് നടക്കാം. ഇവിടെ നിന്ന് എന്തായാലും ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കണം, എന്നിട്ട് നമുക്ക് നടക്കാം. മറ്റേ ഹൗസ് ബോട്ട് പോലത്തെ സംഭവം. ഹൗസ് ബോട്ടല്ല, വലിയ ബോട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ റൂമിൽ നിന്ന് കണ്ട ബിൽഡിംഗ്. ഇത് ആക്ച്വലി കൺവെൻഷൻ സെൻ്ററാണ്. എന്താ കൺവെൻഷൻ സെൻറ്റർ ഡബ്ലിൻ എഴുതിയിട്ടുണ്ട്. ഇത് PwCയുടെ ഓഫീസാണ്. അതെ. അങ്ങനെ ഞങ്ങൾ നടന്ന് എവിടെയോ എത്തി. വഴിയിൽ വെച്ചൊരു ട്രാം പോകുന്ന വഴിയുണ്ട്. ട്രാം എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ പോകുന്ന ട്രെയിൻ. അതിൻ്റെ ട്രാക്ക് കണ്ടു, പക്ഷേ സ്റ്റേഷൻ കണ്ടില്ല. ഇനിയിപ്പോൾ സ്റ്റേഷനൊക്കെ എന്തായാലും തപ്പി എടുക്കേണ്ടി വരും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക്. അതെ, ഇനി 10 മിനിറ്റേ ഉള്ളല്ലേ? 11 മിനിറ്റ്സ്. നമുക്ക് 28 മിനിറ്റാണ് കാണിച്ചത് ലിഡൽ വരെ. ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്. അതെ, ഞാൻ ലണ്ടനിൽ പോയപ്പോൾ നടന്ന പോലെ കൈയും കണക്കും ഇല്ലായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ പോലെ അത്ര കംഫർട്ട് നമുക്ക് ഇവിടെ കിട്ടില്ല. കാരണം നമുക്ക് അവിടെ സ്വന്തമായിട്ട് വീട്, കാറും എല്ലാ കംഫർട്ടും ഉണ്ട്. അപ്പം ആൾക്കാർ ലേസി ആവും. ഇന്ത്യയിൽ ഇങ്ങനെ നടക്കാനും പറ്റത്തില്ല, ഫുട്പാത്തൊന്നും ഇല്ല പ്രോപ്പറായിട്ട്. നമ്മൾ അരമണിക്കൂറൊക്കെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ വിയർത്ത് കുളിച്ച് ഒരു വരുവോ ക്ഷീണിക്കും. ഇത് നമ്മൾ ഒരിക്കലും നടക്കും, ഇന്ന് നടക്കില്ല. അപ്പോൾ നമുക്ക് നടക്കാം. അതാ ഇവിടെ ട്രെയിനിൻ്റെ ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ തമ്പാനൂർ ഓവർബ്രിഡ്ജിനെ കാണുന്ന പോലത്തെ ലുക്ക്. വേറെ റെയിലാണ് ട്രെയിനിൻ്റെ. മറ്റേ കുറച്ചുകൂടെ ലോങ് റണ്ണിങ് ആണ്, ട്രാമല്ല എന്നാണ് വിശ്വാസം. വലിയ ട്രെയിനാണ്. അപ്പോൾ ഇവിടുന്ന് നോർത്തേൺ അയർലൻഡിലേക്കൊക്കെ ട്രെയിൻ ഉണ്ടെന്നാണ് ഞാനിങ്ങനെ വായിച്ചത്. തറയിലൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞ് കിടപ്പുണ്ട്. UK പോകുന്നവരും മറ്റേ കാനഡയിൽ പോകുന്നവരൊക്കെ ഈ ഇലകൾ വീണ് കിടക്കുന്നവരുടെ ഫോട്ടോ എടുക്കാറുണ്ട്. ഹൈഡ് പാർക്ക്. അപ്പം നമുക്ക് എന്തായാലും കുറച്ചുകൂടെ നടന്ന് ലിഡൽ സൂപ്പർ മാർക്കറ്റ്. നമ്മൾ ലിഡലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ആക്ച്വലി നമ്മൾ കയറി കുറേ ഷോപ്പ് ചെയ്തത്. കൈ നിറച്ച് സാധനങ്ങളുണ്ട്. ഇനി വേണം സിം കാർഡ് എടുക്കാൻ പോകാൻ. അപ്പോഴാണ് പെട്രോൾ പമ്പ് ഉണ്ടത് ഇവിടുത്തെ. ഇവിടെ പെട്രോളിന് റേറ്റ് ഇപ്പോൾ കാണിക്കും 1.79 അൺലിമിറ്റഡ് പെട്രോൾ. ഡീസലിന് 1.94. ഡീസലിന് ഇവിടെ കൂടുതലാണ് ആക്ച്വലി. നമുക്ക് എന്തായാലും പോകാം. അമലയാണ് സാധനങ്ങൾ ചുമക്കുന്ന ആൾ. ഇതാണ് നമ്മുടെ ലിഡൽ സൂപ്പർ മാർക്കറ്റ്. എല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം ചീപ്പ് റേറ്റ് ആയിരുന്നു. നമ്മൾ ഇന്നലെ പോയി വാങ്ങിച്ചത് വെച്ച് നോക്കുമ്പോൾ ചീപ്പായിരുന്നു. ഇന്നലെ പോയി വാങ്ങിച്ചതിൻ്റെ ഒരു 3 ഇരട്ടി സാധനങ്ങൾ മേടിച്ചു. 20 യൂറോ ആയുള്ളൂ. ഞങ്ങൾ നടന്ന
ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വഴിയിലൊരു പാർക്ക് കണ്ടു. അപ്പോൾ പാർക്കിൽ ജസ്റ്റ് ഒന്ന് കയറാന്ന് വിചാരിച്ചു. ഞാൻ ഹൈഡ് പാർക്കിൽ പോയ പോലെ ഉണ്ട്, പക്ഷെ അതിനേക്കാളും അടിപൊളി. ഇവിടെ കുറെ പക്ഷികൾ ഇരിപ്പുണ്ട്. അപ്പൊ ഇതാണ് പാർക്ക്, അടിപൊളി പാർക്ക്. നമ്മളെ ഓട്ടത്തിന്റെ ലീവ്സൊക്കെ തറവിന് നടപ്പുണ്ട്. സൂപ്പർ വ്യൂ. അപ്പൊ അടിപൊളി പാർക്ക്, സൂപ്പർ വ്യൂ. നമുക്കിവിടെ പെറ്റ്സിനെയൊക്കെ കളിപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ കുറെ പ്രാവുകളുണ്ട്, അടിപൊളി കണ്ടില്ലേ. അപ്പോ സംഭവം അടിപൊളി കേട്ടോ, സൂപ്പർ പാർക്ക്. എന്തായാലും നമുക്ക് ഓടാനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഓടാം. കിടിലം വ്യൂ. നമുക്ക് ഇവിടെ ഇന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. നിറച്ച് വെള്ള പ്രാവുകളെ കാണാം, കുറെ പേര് കളിക്കുന്നുണ്ട്. ഞങ്ങള് ടെസ്കോ എക്സ്പ്രസിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ സിം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ക്യൂവിലൊക്കെ നിന്ന് അവിടെ എത്തിയപ്പോഴത്തേക്കും സിം കാർഡ് തീർന്നു പോയി. അതെ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അപ്പോൾ നമ്മളിനി സ്പാർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. സ്പാർ എന്ന് പറയുന്ന ആ ഷോപ്പിൽ കിട്ടുമെന്നാണ് പുള്ളി പറഞ്ഞത്. അവിടെ നിന്ന് ഒരു ഇന്ത്യക്കാരനായിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ച് നടക്കണം. ഇവിടുത്തെ ഒരു ഐമൂവ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബസ് കേട്ടോ, ഈ മഞ്ഞ കളർ. പണി കേസ് നമ്മൾ യൂറോ സ്പാറിലും കയറി ചോദിച്ചു, പക്ഷേ സിം കാർഡ് ഇല്ല. അവർ ടെസ്കോയിൽ ചോദിക്കാനാണ് പറയുന്നത്. ഇനി അവിടെ പോയി ചോദിക്കുമെന്ന് അറിയില്ല. ഇപ്പുറത്തൊരു ഫാർമസി ഉണ്ട്, ഇവിടെ വന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് ഷട്ടർ ഇട്ട് അടച്ചേക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ആരെങ്കിലും ഇവിടെ മനുഷ്യരെ കാണാൻ ഭയങ്കര പാടാണ്. കടകളാണെങ്കിൽ അങ്ങനെ ആളുകളില്ല, എല്ലാവരും ഓട്ടമാണ്. സെക്യൂരിറ്റിമാരൊന്നും ഇല്ല ഷോപ്പിൽ. അപ്പോൾ അത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. എന്തായാലും ഒന്നുകൂടെ ഒന്ന് തപ്പി നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് സിം കിട്ടിയിരിക്കണം കേട്ടോ. ടെസ്കോ മൊബൈലിൽ നിന്ന് എഴുതിയേക്കുന്നത്. ഇവർ മൊബൈൽ നമ്പറൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിം കിട്ടിയ കഥ അമല പറഞ്ഞു തരും. നമ്മള് ഭയങ്കര ലക്കിയാണ്. കുറച്ച് മുന്നേ ഒരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്. അതെ, നമ്മള് കുറെ കട കയറി ഇറങ്ങിയെങ്കിലും കിട്ടിയില്ല, ഒരു സിം കാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ്. കാരണം കറക്റ്റ് ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പൊ നമ്മൾ ഭയങ്കര അൺലക്കിയാന്നൊക്കെ പറഞ്ഞിട്ട് നിന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ നടന്നു വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ചോദിച്ചു നോക്കാം. അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഐ ഹാവ് വൺ, ഐ വിൽ ഗിവ് യു എന്ന് പറഞ്ഞിട്ട് പുള്ളി കാറിൽ പോയി അങ്ങോട്ട് തോന്നുന്നു. നമ്മള് ഭയങ്കര പോളെന്നാണ് പുള്ളിയുടെ പേര്. നല്ല മനുഷ്യൻ. കട ജസ്റ്റ് എവിടെയാന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ പുള്ളി അപ്പൊ തന്നെ ഐ ഹാവ് വൺ വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി എടുത്ത് കാറിനകത്ത് എടുത്ത് തന്നു ഫ്രീ ആയിട്ട്. അപ്പൊ എനിക്കൊന്ന് ഇവിടെ സിം കാർഡ്സ് ഫ്രീ ആണ്. പുള്ളി പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സിം കാർഡ്സ് അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വെച്ചേക്കും. അത് നമുക്ക് എടുക്കാമെന്നാണ്. ഭയങ്കര സന്തോഷം. ഭയങ്കര ഫ്രണ്ട്ലി ആളുകളാണെന്ന് ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തു. ഹാവിഷ് പീപ്പിൾ. ഇനി നടക്കാം. അതെ, ഇനി ഒരാളുടെ അടുത്തും കൂടെ ചോദിച്ചു ഒരു സിമ്മും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിം എടുക്കണം. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ബിൽഡിങ്സ് ആണ്. നമ്മൾ ലണ്ടനിൽ കണ്ട പോലെ തന്നെ ഹൈ റൈസ് ബിൽഡിങ്സ് വളരെ കുറവാണ്. എല്ലാം ഒരു നില, അതെ, ഒന്നല്ലെങ്കിൽ 2 നില. അപ്പോൾ അപ്പുറ സൈഡിലാണ് നമ്മൾ നേരത്തെ കണ്ട പാർക്ക്. നമുക്ക് എന്തായാലും പാർക്കിൽ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. നമ്മൾ കുറച്ച് ബണ്ണൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഡോണട്ടൊക്കെ മേടിച്ചു. അപ്പം അത് കഴിക്കണം, കാരണം ചെറിയ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ നടന്നു, അറൗണ്ട് 1.5 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് ഇപ്പം തന്നെ. ഞങ്ങൾ വീണ്ടും പാർക്കിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഫുള്ള് പ്രാവുകളാണ് കേട്ടോ. ഞങ്ങൾ കണ്ട പ്രാവുകൾ നടന്നിട്ടുണ്ട്. ഇതേ പറക്കുന്നു, അടിപൊളി, സൂപ്പർ കാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മേടിച്ച ഡോണട്ട്, 2 എണ്ണം ഉണ്ട്. ജസ്റ്റ് വന്ന് ഇവിടെ ഇരുന്നു ഡോണട്ട് കഴിക്കണം, അതാണ് പരിപാടി. നിങ്ങൾ മേടിച്ച ഡോണട്ട്, നമുക്ക് ചോക്ലേറ്റ് കഴിക്കാം. ചോക്ലേറ്റ് ഡോണട്ട്. തണുപ്പ് കയറണ്ടാണ്, മരവിച്ചിരിക്കും സെൻസസ് ഒക്കെ. അത്യാവശ്യം കൊള്ളാം. നാക്കുമൊക്കെ ഒരു മരവിക്കലായിരുന്നു, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവോളാം. ഇവിടെ കുറച്ച് ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. നല്ല കാറ്റാണ്. അപ്പം നമ്മൾ ഡോണട്ട് കഴിച്ചു കഴിഞ്ഞു. ഇനി അതെ, പാർക്കിനോട് വിട പറയുകയാണ്. നല്ല പാർക്കാണ്. ഇനിയും നടന്നൊക്കെ വരാൻ പറ്റും. അപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു അറൗണ്ട് 1/2 മണിക്കൂർ നടക്കാനുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഇവിടെ വന്ന് ചുമ്മാ ഇരിക്കാൻ തന്നെ നല്ല ഫീലാണ്.
ഞങ്ങൾ മെക്ഡൊണാൾഡ്സിൽ വന്നു. സിമ്മ് അന്വേഷിച്ച് നടന്ന് കിട്ടിയില്ല. സോ വി കെയിം ടു മെക്ഡൊണാൾഡ്സ്. എന്നിട്ട് നമ്മളൊരു ബർഗർ ഓർഡർ ചെയ്തു ഗൈസ്. മെക്ഡി കഴിച്ചിട്ട് അടുത്ത സിം അന്വേഷണം തുടരാം. സെയിം ടേസ്റ്റ്. ഹായ് ഗൈസ്, ഹായ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അത്യാവശ്യം എക്കണോമിക്കലായിട്ട് നമ്മൾ പെട്ടെന്ന് നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും റിലേ ചെയ്യാൻ പറ്റിയൊരു സംഭവം എന്ന് പറയുന്നത് മെക്ഡൊണാൾഡ്സ് ആണ്. കാരണം ഇവിടെ റേറ്റും കുറവാണ്, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിന് കിട്ടും. ഞാൻ ലണ്ടനിൽ പോയ സമയത്തും കൂടുതലും മെക്ഡൊണാൾഡ്സ് തന്നെയാണ് റിലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്മ് കിട്ടാൻ ഭയങ്കര പാടാണ്, നല്ല അലച്ചിലാണ്. നമ്മൾ ടെസ്കോയിൽ ചോദിച്ചു, ലിഡിലിൽ ചോദിച്ചു, യൂറോസ്പാർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ ചോദിച്ചു. ഇനിയിപ്പോൾ സെൻട്ര എന്ന് പറഞ്ഞിട്ടൊരു കട പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കിട്ടുമെന്നാണ് പറയുന്നത്, അറിയില്ല. പിന്നെ ഇവിടെ സിം കാർഡ് ആയാലും പേരിലോട്ട് ടൈഡല്ല, നമുക്ക് വേണം യൂസ് ചെയ്യാം. പെട്ടെന്ന് വാങ്ങിച്ചാൽ അപ്പം തന്നെ ആക്ടിവേറ്റ് ആവും എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ജസ്റ്റ് പ്ലാൻ മാത്രം വാങ്ങിക്കണം, സിമ്മ് ഫ്രീ ആണ് എന്നാണ് കടയിൽ നിൽക്കുന്നവരും പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സെൻട്ര എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെയും കൂടെ പോകണം. അവിടെ പോയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഫൈനലി നമുക്ക് സിമ്മ് കിട്ടിയിരിക്കുകയാണ്. ലൈക്ക മൊബൈലിൻ്റെ സെൻട്ര എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. അവിടെ കയറിയപ്പോഴത്തേക്കും ആദ്യം ഇല്ലയെന്ന് അവിടെ നിന്ന് ചേച്ചി പറഞ്ഞെങ്കിലും പിന്നെ രണ്ട് സിം, ഒരു സിമ്മ് തന്നു. അപ്പോൾ ഒന്നുകൂടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അമല ചോദിച്ചു. അപ്പോൾ പിന്നെ ഒന്നുകൂടെ തന്നു. ശരിക്കും 2 സിമ്മും കിട്ടി. പിന്നെ നമുക്കൊരു എക്സ്ട്രാ സിമ്മും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അതാണ് നല്ല നമ്പർ നോക്കിയിട്ട് നമുക്ക് ഏതിൽ 2 എണ്ണം എടുക്കണം. അതെ, ഷോപ്പിംഗ് ഉണ്ടോ? 3 കവർ നിറച്ച സാധനങ്ങളാണ്. ഇതത്രയും ചുമക്കണം. ലിഡിലിന് ആക്ച്വലി 28 മിനിറ്റ് ഉണ്ട്. വരുന്ന വഴിയിലാണ് ഈ സെൻട്ര ഷോപ്പിംഗ് സെൻറ്റർ. അപ്പോൾ ഇനി ഇവിടുന്ന് 18 മിനിറ്റ് നടക്കണം. 18 മിനിറ്റ് നടക്കണം. അതെ, വളരെ കുറവാണ്. ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഒരു ഹൗസിങ് ഇതുപോലെയാണ്. കണ്ട ഏതാണ്ട് ലണ്ടൻ പോലെ തന്നെ ഇരിക്കും. ചുടുകല്ല് ഭാഗിയ വീടുകളും. അങ്ങനെ ഞങ്ങൾ ലഗേജ് വഴി വെച്ച് നിൽക്കുകയാണ്. കാലക്കൊടിയാറായി. ഇത് ഏതോ ഒരു സ്ട്രീറ്റാണ് കേട്ടോ, ഇവിടുത്തെ ഫേമസ് സ്ട്രീറ്റ് ആയിരിക്കണം. കാണാൻ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. എന്തോ പണിയൊക്കെ നടക്കുകയാണ്. ഇവിടെയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് അയർലൻഡ്. ആ അതെ, നമ്മളെ ട്രാം വരുന്നുണ്ട്. ട്രാമിൻ്റെ അവിടെ വന്ന് അമലേക്ക് ഒരു ഫോട്ടോ എടുക്കാം. ഇതേ അടുത്ത ട്രാം വരുന്നുണ്ട്. അടിപൊളി. അപ്പം ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വല്ല ഫ്ലൈറ്റോ? അതെ, ഇവിടെ ഒരു വള്ളം ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതിങ്ങനെ പോയി കറങ്ങി വരണം. ഇതെങ്ങനെ പോയി ആ ബ്രിഡ്ജ് കറങ്ങി അപ്പുറത്തൂടെ നടന്നു വരണം. അത്യാവശ്യം ദൂരമുണ്ട്. സ്റ്റിൽ കുഴപ്പമില്ല, കാരണം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. ഇവിടെ വെയിൽ കാരണം സൺഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ റിവർ ലിഫിയുടെ സൈഡിൽ ഇവിടെ കുറേ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നടക്കുന്നെങ്കിലും നടക്കാൻ വരുന്നവർക്കും ഓടാൻ വരുന്നവർക്കൊക്കെ പാത്തുണ്ട്. ഈ സ്ഥലത്തൂടെയൊക്കെ ഓടിപ്പോവാം. അപ്പോൾ ഫാക്ടറി കാണാം. പുക വരുന്നു ഉണ്ടല്ലേ. നമുക്കിനി വീട്ടിൽ പോയിട്ട് കാണാം. നമ്മൾ തിരിച്ച് റൂമിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് അലച്ചിലൊക്കെ ആയിരുന്നു. എന്തായാലും നമുക്ക് അധികം അലഞ്ഞ് തിരിഞ്ഞ് കുറെ സാധനങ്ങൾ, പക്ഷെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടിട്ടോ. അതെ, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടി തന്നെ. നമ്മള് ലിഡിലിൽ പോയി ആൽഡി എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. എനിക്കൊന്ന് ഈ ഏരിയയിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റും ഞങ്ങൾ കയറി ഇറങ്ങി സിമ്മിന് വേണ്ടിയിട്ട്. ലിഡിൽ, ആൽഡി, സെൻട്രയിൽ നിന്നാണ് സിമ്മ് കിട്ടിയത്. പിന്നെ സ്പാറിലും കയറി. അങ്ങനെ ഒരു 3-4 എണ്ണം കയറി. അതെ, ഈ ഏരിയയിലുള്ള ഡബ്ലിൻ 02 എന്ന് പറയുന്ന ഏരിയയിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും കയറി ഇറങ്ങി. സിമ്മ് പലയിടത്തും ഇല്ല. പിന്നെ ഒരു അപ്പൂപ്പൻ നമ്മളെ സഹായിച്ചു. അപ്പൂപ്പനല്ലേ, ഒരു അങ്കിള്. അതെ, പോൾ അങ്കിള് സഹായിച്ചു. അപ്പൊ പുള്ളി ഞങ്ങളെ സഹായിച്ചു. ഫ്രീ സിമ്മ് തന്നു. ടെസ്കോ മൊബൈലിന്റെ സിമ്മ് തന്നു, സഹായിച്ചു. പിന്നെ നമ്മൾ സെൻട്രയിൽ പോയിട്ട് 2 ലൈക്ക മൊബൈലിന്റെ സിമ്മും എടുത്തു. അപ്പൊ ഇനി അതൊക്കെ ഇട്ട് നോക്കി ട്രൈ ചെയ്യണം എങ്ങനെയാണെന്ന്. ഞങ്ങൾ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. ഇടയ്ക്ക് മെക്ഡൊണാൾഡ്സ് നിന്ന് €1.5 2 ബർഗറും കഴിച്ചു. നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഗ്രോസറീസ് വാങ്ങിച്ച് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അഫോർഡബിൾ ഒക്കെയാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത് നല്ല കാശാവും. ജാക്കറ്റൊക്കെ ഊരിയത് കൊണ്ട് നല്ല ചില്ല് വിൻഡായി. വൈകിട്ട് 4-5 മണിയായിട്ടുണ്ട്. 4:05 ബേസിക്കലി ഗ്രോസറീസ് എല്ലാം വാങ്ങിച്ചു. ഓട്സ് വാങ്ങിച്ചു, മിൽക്ക് മേടിച്ചു. എല്ലാം ഒരു 1.5-2 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. 2-3
ഞങ്ങൾ ടോട്ടൽ എനിക്ക് തോന്നുന്നൊരു 37-40 യൂറോയ്ക്ക് പർച്ചേസ് ചെയ്തു. പക്ഷെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു. എഗ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മാങ്ങയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കുക്കും ചെയ്തു. അതെ അതെ, ഉപ്പുമാവ് ചൂടോടെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇപ്പൊ മിക്കവാറും ചൂട് പോകും, അകത്തെല്ലാം തണുപ്പായിട്ടുണ്ട്. ഇനി ഹീറ്ററൊക്കെ പോയി ഓൺ ചെയ്ത് സെറ്റ് ആവണം. ഇപ്പൊ നെക്സ്റ്റ് ഡേ ആയി. ഇന്നലെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇന്ന് കുറച്ച് പരിപാടികളും കൂടെ ഉണ്ടായിരുന്നു. ലൈക്ക മൊബൈൽ നമ്മൾ ഓൺലൈനിൽ റീചാർജ് ചെയ്യാൻ അവരെ സൈറ്റിൽ കയറി നോക്കിയിട്ട് നടക്കുന്നില്ല. ഇന്നലെ നൈറ്റ് മൊത്തം അതായിരുന്നു പരിപാടി. ഓൺലൈൻ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡിന് എല്ലാ 2-3 ക്രെഡിറ്റ് കാർഡ് നോക്കി, ഡെബിറ്റ് കാർഡ് നോക്കി, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അവരെ സൈറ്റിന് എന്തോ ഇഷ്യൂ ആണ്. പേയ്മെന്റ് ഗേറ്റ് വേ പേയ്മെന്റ് കയറി പോകുന്നില്ല. അങ്ങനെ പേപ്പാലൊക്കെ നമ്മൾ നോക്കി, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ പിന്നെ ടെസ്കോ മൊബൈൽ ഇട്ടു. ടെസ്കോ മൊബൈലിന് കോളൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അവരെ പ്ലാൻസ് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഇന്ന് തേരാപ്പാര അലഞ്ഞു. ഡബ്ലിൻ സിറ്റി സെന്ററിലോട്ട് പോയി. ഇന്ന് ശരിക്കും നമ്മള് ഇവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് കണ്ടത് ഇന്നാണ്. ഹെൻറി സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര താര സ്ട്രീറ്റ്, അങ്ങനെ കുറെ സ്ട്രീറ്റ്സ് ഉണ്ട്. ഫുൾ കയറി ഇറങ്ങി നമ്മൾ കുറെ ചുറ്റി ഒരു ഏരിയ പോയി കഴിയുമ്പോ ഫുൾ ഒരു കൈൻഡ് ഓഫ് ഷോപ്പ്, മൊബൈൽ ഷോപ്സ് ആണ്. ഒരു ഏരിയ പോകുമ്പോ സിം, ഒരു ഏരിയ പോകുമ്പോ ഡ്രസ്, പിന്നെ മോൾസ് ഉണ്ട് അതിനകത്ത്. രണ്ട് സൈഡിലും 2 ഷോപ്പിംഗ് മോൾ ഉണ്ട് അതിനകത്ത്. പക്ഷെ നമ്മളത് വ്ളോഗ് ചെയ്യാത്തതിന് റീസൺ ഉണ്ട്. ഭയങ്കര തിരക്ക് പിടിച്ച, ഭയങ്കര തിരക്ക്, ഭയങ്കര മഴ. അങ്ങനെ അതൊരു വ്ളോഗ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു. ഞങ്ങൾ അവിടെ EIR എന്ന് പറഞ്ഞിട്ട്, എയർ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു, അതോ EIR ആണെന്ന് അറിയില്ല. അതൊരു കാരിയറാണ്, ഇവിടുത്തെ മൊബൈൽ കാരിയർ. അതിന്റെ കടയിൽ കയറി, 3യിൽ കയറി, വോഡഫോണിൽ കയറി, ലൈക്ക മൊബൈലിന്റെ കടയിൽ കയറി. അങ്ങനെ എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്ന അവസാനം ഞങ്ങൾ 3യുടെ സിം എടുത്തു. ഇതെവിടെ ഇരിപ്പുണ്ട് 3യുടെ സിം. ഇതാണ് നമ്മുടെ 3 സിം. അപ്പോൾ ഇതിനുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 യൂറോസ് പെർ മന്തിൽ നമുക്ക് അൺലിമിറ്റഡ് കോൾസ്, ഡാറ്റ എല്ലാം കിട്ടും. അത് ഇപ്പോഴത്തെ ലിമിറ്റഡ് ഓഫർ പറഞ്ഞത്. അപ്പം ഓരോ ടൈമിന് അവര് എന്തായാലും നല്ല ഓഫേഴ്സ് ഇടും. ഇതിപ്പോ 15 യൂറോസിന് നമുക്ക് ഇവിടെ, അതായത് അയർലൻഡില് ഫ്രീ ഡേറ്റ, ഫ്രീ കോൾസ്, ഫ്രീ SMS, ഫുൾ അൺലിമിറ്റഡ് ആണ്. അത് 5G സ്പീഡിൽ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു വോഡഫോണിന്റെ സിമിലർ പ്ലാൻസ് ഒക്കെ 25-30 യൂറോസ് ഒക്കെ ആവും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അറൌണ്ട് ഹാഫ് പ്രൈസേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ലൈക്ക മൊബൈലിന്റെ പ്ലാനും കൺസിഡർ ചെയ്യുന്നു. അത് 20 യൂറോസ് ആണ്. അതിൽ ഇന്റർനാഷണൽ കോളിംഗ് ഒരു 100 മിനിറ്റ്സും കൂടെ വരും. പക്ഷേ ഒരു 5 യൂറോസ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ കൂടുതലും വാട്സാപ്പ് കോളിംഗ് ഒക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഡാറ്റ തന്നെ ധാരാളം. 2 സിം എടുത്തു. സിമ്മിന് 15 യൂറോ. ആ ഒരു റീചാർജും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ടോപ്പും കൂടെ 15-30 യൂറോയായി ഞങ്ങൾ 2 സിം എടുത്തു. പിന്നെ ഞങ്ങൾ ട്രാവൽ കാർഡ് വാങ്ങി, TFIയുടെ ട്രാവൽ കാർഡ്. ഈ ട്രാവൽ കാർഡ് ഇതിൻ്റെ പേര് ലീപ്പ് കാർഡ് എന്നാണ്. ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റൂ. അതെ, ട്രാമും ബസ്സിലൊക്കെ ഇവിടെ ട്രാവൽ ചെയ്യണമെങ്കിൽ വേണ്ട ലീപ്പ് കാർഡാണ് ഇത്. ഒരു കാർഡിന് 5 യൂറോ ആണ്. 5 യൂറോ ആണ് ഈ കാർഡിന്റെ വില. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യാം. ഞങ്ങൾ ടോപ്പ് അപ്പും കൂടെ ചെയ്തു. 10 യൂറോയ്ക്ക് ടോപ്പ് അപ്പ് ചെയ്തു. അപ്പോൾ ഇതിൽ ബാലൻസ് 10 യൂറോ ആയി. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്, ഇത് എന്തിനാണെന്ന്. ഇത് റെഡ്മി 10C ആണ്. ആക്ച്വലി ഈ ഫോൺ ഞങ്ങൾ ഇന്ന് വാങ്ങിയതാണ്. ഐഫോൺ ഉള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐഫോണിൽ സെക്കൻഡ് സിം എന്ന് പറഞ്ഞ ഈ സിം ആണ്. അയർലൻഡിൽ ആക്ച്വലി ഈ സിം എന്ന് പറയുന്നത് വോഡഫോണിന് മാത്രമേ ഉള്ളൂ. പക്ഷെ വോഡഫോൺ അത്യാവശ്യം കത്തിയാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങളുടെ കാരിയർ ഈ സിം ആക്കിയിട്ട് വരിക. കാരണം ഇന്ത്യയിലെ ഈ സിം അബദ്ധം പറ്റിപ്പോയി. നമ്മളത് ലാസ്റ്റ് ടൈമിൽ വിട്ടുപോയി. കാരണം നമ്മൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്ത്യൻ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ അതിനെ ഈ സിം കണക്ട് ആക്കാൻ പറ്റൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. നമ്മളിവിടെ വന്നിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ മെസ്സേജസ് ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നു ജിയോ ഈ സിം ആക്കണമെന്ന്. പക്ഷെ അത് വിട്ടുപോയി ആക്ച്വലി തിരക്കിന്റെ ഇടയ്ക്ക്. അപ്പോൾ 2 ഫിസിക്കൽ സിം സ്ലോട്ട് ഉള്ളവർക്ക് കുഴപ്പമില്ല, കാരണം ഇവിടെ ഫിസിക്കൽ സിം ആണ് കൂടുതലും അവൈലബിൾ. ഇവിടെ ഈ സിം ഒക്കെ വരുന്നതേ ഉള്ളൂ. ഇന്ത്യയുടെ അത്രയും ഫ്രണ്ടിൽ എത്തിയില്ല. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന എല്ലാ കാരിയേഴ്സിനും ഈ സിം ഒക്കെ അവൈലബിൾ ആണ്. BSNL ഉണ്ടോന്ന് അറിയില്ല, ബാക്കി എല്ലാത്തിനും അവൈലബിൾ ആണ്. ജിയോ എന്തായാലും ഉണ്ട്. അപ്പോൾ ജിയോ ഈ സിം കൺവേർട്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്കൊരു ഫിസിക്കൽ സിമ്മും കൂടെ ഇടാം. കാരണം ഐഫോണിൽ ഒരു ഫിസിക്കൽ സിം സ്ലോട്ടും സെക്കൻഡ് ഈ സിം ആണ്. അപ്പോൾ അത് മറക്കാതെ ചെയ്യുക. വരുന്നവർ ഈ സിം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാത്രം ഇവിടെ വരിക. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ 2 ഫോൺ വാങ്ങിക്കേണ്ടി. അതെ, ഇപ്പൊ ആൻഡ്രോയിഡ് ആണെങ്കിൽ കുഴപ്പമില്ല. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ 2 ഫിസിക്കൽ സിം സ്ലോട്ട് ഉണ്ട്. ഐഫോൺ മാത്രമാണ്, ഐഫോണിന്റെ കേസ് മാത്രമാണ് പറഞ്ഞത്. ഐഫോണിൽ ഒരു ഫിസിക്കൽ സിം സ്ലോട്ടും സെക്കൻഡ് ഈ സിം ആണ്. അപ്പൊ നമുക്ക് ഈ സിം ആയിട്ട് കൺവേർട്ട് ചെയ്യാതെ വരുന്നെങ്കിൽ നമുക്ക് വേറെ ഫോൺ മേടിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് 3 ഫോൺ ഉണ്ട്. ഒരു ആൻഡ്രോയിഡ്, ഒരു പഴയ ഫോണും കൂടി ഇരിപ്പുണ്ട്. അപ്പൊ അതിൽ ഒരു സിം ഇടും. പിന്നെ ഒരു ഫോണും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു, കാരണം നമുക്ക് ഇന്ത്യയിലെ ട്രാൻസാക്ഷൻസും എല്ലാം ചെയ്യാനായിട്ട് ഇന്ത്യൻ ഫോൺ നമ്പറും ആവശ്യമാണ്. ഏകദേശം ഇന്നലെ പോലെ തന്നെ നടന്നു. അതെ, 2-2.5 മണിക്കൂർ
നടന്നു. പക്ഷെ നല്ലൊരു ഇതായിരുന്നു. ക്ലൈമറ്റ് നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിട്ട് അറിയില്ല. അതെ, ഡേ 1 ഡേ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പൊ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. GNIBയിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം നമുക്ക് റെസിഡൻസ് പെർമിറ്റിന് വേണ്ടി. കാരണം വിസ നമ്മൾ എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് അയർലൻഡിൽ സ്റ്റാമ്പ് ചെയ്യുന്ന 3 monthsനാണ് നമുക്ക് വിസ തരുന്നത്. അപ്പോൾ 3 months നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, ആ ഒരു എൻട്രി തരുന്നത്. ആ 3 monthsനുള്ളിൽ നമ്മൾ GNIBയിൽ രജിസ്റ്റർ ചെയ്തിട്ട് റെസിഡൻസ് പെർമിറ്റ് എടുക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ റൂൾ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ GNIBയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഡിലേ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നാളെ എന്തായാലും അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്യണം. അതും കൂടെ ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ സിം എടുക്കണം, പിന്നെ ഇതുപോലെ അത്യാവശ്യമുള്ള ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കണം, പിന്നെ ഈ ലീവ് കാർഡ് എടുക്കണം. മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. റെസിഡന്റ് കാർഡിന്റെ അപ്പോയിന്റ്മെന്റ്, സിം കാർഡ്, പിന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അതും കൂടെ പറയാൻ മറന്നു. അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. റെവല്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എനിക്കൊന്ന് ലിത്വേനിയയിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ടുള്ള സർവീസ്. നാട്ടിലെ പോലെയല്ല, ബാങ്കിങ്ങിനൊക്കെ ഭയങ്കര കത്തി ചാർജാണ്. AIBയും ബാങ്ക് ഓഫ് അയർലൻഡ് എല്ലാത്തിനും മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി ചാർജസ് നല്ല രീതിയിൽ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം എടുക്കാൻ പറ്റിയ ഇങ്ങനത്തെ ഫ്രീ കുറച്ച് ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്. സ്റ്റാർട്ടപ്സ് ആയിരിക്കും. അപ്പൊ അവര് പ്രൊമോഷൻ ആയിട്ട് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും. ഇപ്പൊ ഈ ലൈക്ക മൊബൈലുകളൊക്കെ ഇപ്പം അവര് സ്റ്റാർട്ടപ്പ് ആണ്. അപ്പൊ അവര് ജസ്റ്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ഫ്രീ സർവീസസ് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവരും മാറ്റും. പക്ഷെ ആദ്യമുള്ള കസ്റ്റമേഴ്സ് ഒക്കെ പിന്നെയും കാണും. ഇവിടെ ബാങ്ക് ഓഫ് അയർലൻഡ് തൊട്ടടുത്തുണ്ട്. എന്നിട്ട് നമ്മൾ പോയി റെവല്യൂട്ട് എടുത്തു. റെവല്യൂട്ട് ഫ്രീ ആണ്, അത്യാവശ്യം സർവീസ് ഒക്കെ ചീപ്പാണ്. പിന്നെ അതിന്റെ ഡെബിറ്റ് കാർഡിന് കാശ് കൊടുക്കണം, ഫിസിക്കൽ കാർഡിന്. അങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലതാണ്. പിന്നെ 26 അങ്ങനെ കുറച്ചുണ്ട്. EBS അങ്ങനെ ഫ്രീ ആയിട്ടുള്ള കുറച്ച് സർവീസസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് റെവല്യൂട്ടാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്, അതെടുത്തു. പിന്നെ PPSN നമ്പർ എന്നൊരു സംഭവം ഉണ്ട്. അത് ആക്ച്വലി ഇവിടുത്തെ ഒരു നമുക്ക് ടാക്സിനൊക്കെ കൊടുക്കേണ്ട ഒരു ഇതാണ്. അതെ, അപ്പോൾ അതും ഞാൻ അപ്ലൈ ചെയ്തു. ഇത് ആക്ച്വലി ഇതൊക്കെയാണ് ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഈ PPSN, GNIBയിലുള്ള അപ്പോയിൻമെന്റ്, പിന്നെ ഈ ബാങ്ക് അക്കൗണ്ട്, ട്രാവൽ കാർഡ്, സിം കാർഡ്, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാം കുറച്ച് കത്തിയാണ് കമ്പാരിറ്റീവ്ലി. നമ്മളിപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കത്തിയായിട്ട് തോന്നും. പക്ഷേ ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നോർമലാണ്. പിന്നെ ഗ്രോസറീസ് ഞങ്ങള് ഇവിടെ ചീപ്പർ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞ കണക്ക് മനസ്സിൽ നമ്മൾ കൺവേർട്ട് ചെയ്യും ആദ്യം വരുമ്പോഴത്തേക്ക്. മനസ്സിൽ ആദ്യമേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ഇന്ത്യൻ കറൻസി ആയിട്ട് നമ്മൾ എപ്പോഴും, കാരണം നമ്മൾ അതാണല്ലോ കൊണ്ടുവരുന്നത്. അതും അപ്പൊ ക്യാഷ് കൊണ്ടുവരാൻ സ്പെൻഡ് ചെയ്യാനും നമുക്ക് 0 forex ഉള്ള കാർഡ്സ് ഉണ്ട്. അപ്പൊ അത് ഞാൻ 5 കാർഡാണ് എടുത്തത്, ഫെഡറൽ ബാങ്കിന്റെ. അതെ, അങ്ങനത്തെ കുറച്ച് കാർഡ്സ് ഉണ്ട്. അപ്പൊ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആ കറൻസി എക്സ്ചേഞ്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിലുള്ള കറൻസിയുടെ റേറ്റ് മാത്രമേ എടുക്കൂ. മാർക്കപ്പ് ഫീസ് ഒന്നും ഇല്ല, 0% ആണ്. അപ്പൊ അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കണം, അതിന് 1 year വാലിഡിറ്റി ഉണ്ട്. അതും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അതെ, ഇവിടെ ഡ്രൈവ് ചെയ്യാൻ ഇന്ത്യയിലെ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഡ്രൈവ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്യണമെന്നുള്ളവർ ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ട് വരിക. ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് അതിപ്പോ ഭയങ്കര എളുപ്പമാണ്. പരിവാഹനാക്കിയതിനു ശേഷം നമുക്ക് ഓൺലൈൻ തന്നെ എല്ലാം ഓൺലൈൻ ചെയ്യാം. പോയി വാങ്ങിച്ചാൽ മാത്രം മതി. അത് അപ്രൂവ്ഡ് ആയതിനു ശേഷം ജസ്റ്റ് പോയി വാങ്ങിച്ചാൽ മതി, ഒരു പാടുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് ഇന്നത്തെയും നമ്മുടെ ഡേ 1 ഡേ 2 കാര്യങ്ങൾ. ഇനി ഇതുപോലെ കുറച്ച് കഴിഞ്ഞൊക്കെ ഞങ്ങൾ പതുക്കെ വ്ളോഗ് ചെയ്യാം. ഇനിയിപ്പോ നാളെ തൊട്ട് ജോലിയുണ്ട്. അപ്പോൾ അതിന്റെ ഇതായിട്ട് കുറച്ച് തിരക്കായിരിക്കും. പിന്നെ നാളെ ജോയിൻ ചെയ്യാണ്. അതെ, ടുമോറോ ഇസ് മൈ ജോയിനിങ് ഡേ. അപ്പോൾ ഇനിയിപ്പോൾ തിരക്കായിരിക്കും കുറച്ച് കാലത്തേക്ക്. അപ്പോൾ ഇതുപോലെ ഡെയിലി വ്ളോഗ്സും ഇൻഫോർമേറ്റീവ് വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം. പിന്നെ ഇവിടെ കുറേ പാർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഫുള്ള് പച്ചപ്പാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ. അതെ, അപ്പം നമ്മളിപ്പോൾ പുതിയ സെറ്റ് ഓഫ് വ്ളോഗ്സ് ആയിട്ട് വരുവാണ്. ഐ തിങ്ക് നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്തു. അപ്പം അതിന് ശേഷം നമ്മൾ ഒരു ന്യൂ സീരീസ് ഓഫ് വ്ളോഗ്സ് ആണ് നമ്മൾ പുതിയൊരു ജീവിതം ആരംഭിച്ചു, ശരിക്കും ലൈഫ് സ്റ്റാർട്ടാണ്. അപ്പം പുതിയൊരു വ്ളോഗ് സീരീസ് സ്റ്റാർട്ടാണ്. അപ്പം എന്തായാലും മാക്സിമം സപ്പോർട്ട് വേണം. അതെ, കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ഇതുമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പുതിയൊരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം ഇഷാഖ് ആൻഡ് അമല. ബൈ.